മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിസിയോളജി സെഷനിൽ നോബൽ പ്രൈസ് നേടിയ ജപ്പാനീസ് ശാസ്ത്രജ്ഞൻ ആ വർഷം നോബൽ പ്രൈസ് കിട്ടിയത് ഈ റിസർച്ചിലാണ്. 2016 എന്ന് പറഞ്ഞാൽ അധികം വർഷമൊന്നും ആയിട്ടില്ല. ഔട്ടോഫാജി എന്ന് പറയും. യോഷിനോറി ഒഫ്സൂമി എന്ന് പറയപ്പെടുന്ന ഒരു ജപ്പാനീസ് ശാസ്ത്രജ്ഞനാണ് ഇതിൽ നോബൽ പ്രൈസ് കിട്ടിയത്. മമേലിയൻ കോശങ്ങളിൽ നടത്തിയ പഠനത്തിലൂടെ ഇദ്ദേഹം ബോധിപ്പിച്ചൊരു കാര്യം എന്താണ്? ഈ ഓട്ടോഫാജി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ റീസൈക്കിൾ ചെയ്യാമെന്ന് പറയാം. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇന്നുണ്ടാകുന്ന മാലിന്യങ്ങളെല്ലാം റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നുള്ളതിന് കണ്ടെത്തലിനാണ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ആ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യം ശരിക്കും പരിപാലിക്കപ്പെടാനും ഒരുപാട് അസുഖങ്ങൾ, വാദസംബന്ധമായ രോഗങ്ങളെപ്പോലും ഒരു പരിധിവരെ നിയന്ത്രിക്കാനും ഇതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഈ ഔട്ടോഫാജി?